നമസ്കാരം. വാസ്തുസ്കോ.com ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ചിങ്ങമാസം വരാറായി, കർക്കിടകം ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചിങ്ങമാസം തുടങ്ങുന്ന പുതിയ വർഷമാണ്. അന്ന് മുതൽ ഒരു വർഷത്തേക്ക് എങ്ങനെ ഇരിക്കുമെന്ന് ചില ജ്യോതിഷ പണ്ഡിതന്മാർ നിർദ്ദേശിക്കാറുണ്ട്. അതനുസരിച്ച് ന്യൂമറോളജി അനുസരിച്ച് ഈ ചിങ്ങം 1 മുതൽ അടുത്ത 12 മാസം എങ്ങനെയായിരിക്കും നമ്മുടെ കാലാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ സിറ്റുവേഷനും, പൊളിറ്റിക്കലായിരുന്നാലും മെഡിക്കലായിരുന്നാലും ക്ലൈമറ്റായിരുന്നാലും എന്തായിരുന്നാലും. അപ്പോൾ പലരും പറയാറുണ്ട് ചിങ്ങം വരികയാണെങ്കിൽ നമ്മുടെ കഷ്ടങ്ങളെല്ലാം തീരും. അതുകൊണ്ടാണല്ലോ കർക്കിടക മാസം പഞ്ചമാസം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ കണക്കനുസരിച്ച് ചിങ്ങമാസം മുതൽ അടുത്ത 12 മാസത്തെ പൊതുവേ ഉള്ള ഫലം പറയുകയാണെങ്കിൽ, ഞാൻ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ ആ വീഡിയോ കൂടി നിങ്ങൾ കാണണം. അതുപോലെ തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ചിങ്ങമാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ഗുണങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പല രാജ്യങ്ങൾക്കും വളരെ മോശമായ ഒരു സമയം തന്നെയാണ്. അത് സയൻറ്റിഫിക്കൽ പ്രോസസ്സിലായിരുന്നാലും ടെക്നിക്കൽ പ്രോസസ്സിലായിരുന്നാലും ക്ലൈമാറ്റിക് കണ്ടീഷനായിരുന്നാലും ട്രാൻസ്പോർട്ടേഷനായിരുന്നാലും പൊളിറ്റിക്കൽ സിറ്റുവേഷനായിരുന്നാലും എല്ലാത്തിനും വലിയ വലിയ തടസ്സങ്ങളുണ്ടാകും, പല നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുന്നു. അതിനൊരു മാറ്റം വരുന്നത് 2025 ഏപ്രിൽ കഴിയുമ്പോഴായിരിക്കും മാറ്റം വരുന്നത്. അതുവരെ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അത് ഏത് രാജ്യമായിരുന്നാലും ആയിക്കോട്ടെ. മലയാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ തമിഴർക്ക് വേണ്ടി അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും വേണ്ടി. ചില നക്ഷത്രക്കാർക്കും ചില ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ചവർക്കും മാത്രം കുറച്ച് ആശ്വാസമുണ്ടായിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം ടെൻഷനായിരിക്കും. എന്ത് കാര്യം എടുത്തിരുന്നാലും വളരെ പതുക്കെ മാത്രമേ നടക്കുകയുള്ളൂ. ടെൻഷൻ കൂടുതലായിരിക്കും. പല പഴികൾ കേൾക്കേണ്ടി വരും, അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. നല്ല നടത്താൻ നമ്മൾ വളരെയധികം പ്രയത്നിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജനറലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ചിലർക്ക് വളരെ നന്നായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കിതിനെല്ലാം ഒരു പോംവഴി എന്താണെന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല. അപ്പോൾ അവരവരുടെ മതപ്രകാരം എല്ലാവരും ദൈവത്തെ പ്രാർത്ഥിക്കുക. അപ്പോൾ ചോദ്യം ചോദിക്കും, ദൈവം എന്നൊരാളുണ്ടോ? ദൈവം എന്നൊരാളില്ലെന്നുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കിടെ മുകളിൽ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നു, അടുത്ത മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ഒരു സൂപ്പർ പവറാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൂപ്പർ പവറിനെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചിരുന്നാലും ആ സൂപ്പർ പവറിനെ, ആ ശക്തിയെ നിങ്ങൾ വണങ്ങുക, പ്രാർത്ഥിക്കുക. അതിനുവേണ്ടിയാണല്ലോ നമുക്ക് പല സ്തോത്രങ്ങളും ബൈബിളും ഖുർആനും ഒക്കെ ഉള്ളത്. അതൊക്കെ എടുത്ത് വെച്ച് വായിക്കുക. നമുക്ക് നല്ലത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ നേരത്തെ നൽകുകയാണ്. ഈ ഒരു വർഷഫലം പറയുവാൻ വേണ്ടി നേരത്തെ വന്നു എന്ന് മാത്രം. എല്ലാവർക്കും ഓണാശംസകൾ.